ഹായ് ഫ്രണ്ട്സ്, ബി ആർ കുക്കിംഗ് ആൻഡ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു ഉപ്പുമാവ് ഉണ്ടാക്കാം. ശരിക്കും ഹെൽത്തി ആയിട്ടുള്ളൊരു ഉപ്പുമാവാണ് കേട്ടോ ഇത്. നമ്മുടെ നാട്ടിൽ അംഗനവാടിയിലൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഉപ്പുമാവാണ്. ഇത് റവ വെച്ചിട്ടും ഗോതമ്പ് വെച്ചിട്ടും അവർ ചെയ്യും. ഇത് പിന്നെ കൊച്ചു കുട്ടികൾക്കും പിന്നെ ടീനേജ് കുട്ടികൾക്കും ഗർഭിണികൾക്കും ഒക്കെ കൊടുക്കുന്നതാണ് കേട്ടോ. ഇത് സൂചി ഗോതമ്പാണ്. സൂചി ഗോതമ്പിൻ്റെ നുറുക്ക് ഗോതമ്പ് ഇതുകൊണ്ടാണ് സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് അംഗനവാടികളിലൊക്കെ. എന്നാലാണ് അതിന് ആ ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് പാകത്തിനുള്ള ഗോതമ്പ് എടുത്തിട്ട് ഞാൻ അത് നന്നായിട്ട് കഴുകി ക്ലീനാക്കി ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ എത്ര ഗോതമ്പ് എടുക്കണോ അതിൻ്റെ ഒപ്പം തന്നെ വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമ്മൾ അതിന് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മൾ കുക്കറിലിട്ടിട്ട് ഒരു 2 വിസിൽ വന്നാൽ മതി കേട്ടോ. അതിൽ കൂടുതലിൻ്റെ ആവശ്യമില്ല. പിന്നെ നമുക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ കുതിർത്തിയിട്ടതിന് ശേഷം വേവിച്ചെടുത്താൽ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. കുക്കറിൽ വേവിക്കാണ്ടായിട്ടും. അപ്പോൾ എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ 2 വിസിൽ വരുത്തിയുള്ളൂ. അപ്പോഴത്തേക്ക് ഇത് നമുക്ക് നല്ല പാകത്തിന് അത് വേവായി കിട്ടി. ഒട്ടും വെള്ളമൊന്നുമില്ല. കണ്ടോ, അടിയൊന്നും കരിഞ്ഞ് പിടിക്കുകയോ അങ്ങനെയൊന്നും ആയിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഗോതമ്പ് നല്ല പാകത്തിന് വെള്ളമില്ലാണ്ട് കുഴയാണ്ട് നമുക്ക് നല്ല പരുവത്തിന് വേവായി കിട്ടി. ഇനി നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് തവ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 2-3 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് കുറച്ച് കടുകാണ്, ഞാനിപ്പോൾ 1 ടീസ്പൂണ് കടുകാണ് ഇട്ടിരിക്കുന്നത്. കടുക് പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് 1 ടീസ്പൂണ് ഉഴുന്ന് പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഉഴുന്നും കൂടി മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു വാളം കപ്പലണ്ടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് പച്ചക്കപ്പലണ്ടിയാണ് കേട്ടോ. ഇത് വേണമെങ്കിൽ കശുവണ്ടി വേണമെങ്കിൽ അതും ചേർക്കാം കേട്ടോ. വറുത്ത കപ്പലണ്ടി ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല. അത് ഇതെല്ലാം വഴറ്റിയതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ പച്ചയാണ് ഇപ്പോൾ ഇട്ടത്. അപ്പോൾ അത് മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു 3-4 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അത് മുളകിൻ്റെ അളവൊക്കെ എല്ലാ തവണയും പറയണ പോലെ നമുക്ക് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് ക്യാരറ്റ് അരിഞ്ഞതും ബീൻസ് അരിഞ്ഞതുമാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു സവാള ചെറുതാക്കി അരിഞ്ഞതും പിന്നെ കുറച്ച് ഇഞ്ചി അരിഞ്ഞതും പിന്നെ 3-5 പച്ചമുളക് അരിഞ്ഞതും. പച്ചമുളക് പിന്നെ നമുക്ക് എരിവിനനുസരിച്ച് എല്ലാവർക്കും കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് ആ പച്ചമണം മാറാൻ വേണ്ടി മാത്രം ഒന്ന് 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ക്യാരറ്റും ബീൻസും സവാളയൊക്കെ നമുക്ക് പെട്ടെന്ന് ഒന്ന് ആവി കയറിയാൽ മതിയല്ലോ. പെട്ടെന്ന് വെന്തും കിട്ടും. പിന്നെ കുറേ നേരം ഇട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ വൈറ്റമിൻസ് ഒന്നും കളയേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക്. ഇത് നമുക്ക് മൂടി വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഒരു 2 മിനിറ്റൊക്കെ വഴറ്റുമ്പോഴത്തേക്കും അത് വെന്ത് കിട്ടും. അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടിയാൽ മാത്രം മതിയല്ലോ. അപ്പോൾ നമുക്കിത് നല്ല പാകത്തിന് അത് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ചിരകിയ തേങ്ങയാണ് ഇട്ട് കൊടുക്കണത്. തേങ്ങയും കൂടി ചേർക്കുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ആ തേങ്ങയും കൂടി ചേർത്തിട്ട് ആ തേങ്ങയുടെ വെള്ളം ഒന്ന് വലിഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ. കുറേ നേരം ഇട്ട് ഇളക്കി ഡ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ തേങ്ങ ഇട്ടതിന് ശേഷം. അപ്പോൾ നമ്മൾ അതിന് ശേഷം അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഉപ്പും കൂടി ചേർത്തതിന് ശേഷം അത് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക. ഇതിപ്പോൾ നമ്മൾ ഈ വെജിറ്റബിൾസിന് വേണ്ടിയിട്ടുള്ള ഉപ്പാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. നമ്മൾ ഗോതമ്പ് വേവിച്ചപ്പോൾ അതിൽ കുറച്ച് ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കാരണം നമ്മൾ അധികം ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇനി അതിലേക്ക് നമ്മൾ ഒരു 2-3 ടീസ്പൂണ് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് ചേർക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. പിന്നെ നെയ്യ് ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർ ചേർക്കണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നെയ്യും കൂടി ചേർത്തതിന് ശേഷം അത് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക. ഇനി നമുക്കതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പ് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തിട്ട് നമ്മൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക കേട്ടോ. നമ്മൾ ഗോതമ്പ് ചേർക്കുന്ന സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഗോതമ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ വെജിറ്റബിൾസൊക്കെ കരിഞ്ഞ് പോകും കേട്ടോ. അപ്പോൾ നമ്മൾ ഗോതമ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. ശരിക്കും അംഗനവാടിയിലത്തെ ആ ഒരു ഉപ്പുമാവിൻ്റെ മണം എല്ലാവർക്കും കിട്ടും കേട്ടോ. എല്ലാം കൂടി മിക്സാക്കിയതിന് ശേഷം നമ്മൾ ഉപ്പൊന്ന് നോക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഉച്ചയ്ക്കോ വൈകിട്ട് ചായയുടെ ഒപ്പമോ അല്ലെങ്കിൽ രാത്രി നമുക്ക് ഈ ഗോതമ്പ് ഉപ്പുമാവായിട്ട് ഇങ്ങനെ കഴിക്കുമ്പോഴായാലും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അത് നമുക്ക് ശരിക്കും ഹെൽത്തി ആയ ഒരു ഫുഡാണ് കേട്ടോ ഈ ഉപ്പുമാവ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എത്ര കഴിച്ചാലും മതിയാവില്ല കേട്ടോ. റവയുടെ ഉപ്പുമാവ് പോലെയല്ല ഈ സൂചി ഗോതമ്പിൻ്റെ ഉപ്പുമാവ്. ഡയബറ്റിക്കാർക്കും കൊളസ്ട്രോളുകാർക്കും ഒക്കെ നല്ലതാണ് കേട്ടോ സൂചി ഗോതമ്പ്. സൂചി ഗോതമ്പിൻ്റെ കഞ്ഞിയും സൂപ്പറാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള ഹെൽത്തി ആയിട്ടുള്ള ഗോതമ്പ് ഉപ്പുമാവ് റെഡി ആയി കേട്ടോ. നമ്മൾ സാധാരണ വീടുകളിൽ റവ വെച്ചിട്ടല്ലേ ഉപ്പുമാവ് ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് വെറൈറ്റി ആയിട്ടുള്ളൊരു ഉപ്പുമാവ് കഴിക്കണം തോന്നുമ്പോൾ ഇതുപോലെ സൂചി ഗോതമ്പിൻ്റെ നുറുക്ക് ഗോതമ്പ് മേടിക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഉപ്പുമാവ് ഉണ്ടാക്കി കഴിച്ച് നോക്കൂ കേട്ടോ. ഈ ഉപ്പുമാവിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഒരു തവണയെങ്കിലും ഉണ്ടാക്കി കഴിച്ച് നോക്കൂ കേട്ടോ.
അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലെ പുതിയ ഓരോ നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക്